കോയമ്പത്തൂർ മധുക്കരയിൽ ഹൈവേ റോബറി സംഘം മലയാളികളെ ആക്രമിച്ച സംഭവത്തിൽ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണെന്നും മധുക്കര പോലീസ് അറിയിച്ചു. അതിനിടെ കവർച്ചാ സംഘത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി പുനലൂർ സ്വദേശി ഷാജി 24-നോട് പറഞ്ഞു. കോയമ്പത്തൂരിൽ മലയാളി യുവാക്കൾ സഞ്ചരിച്ച വാഹനം ഹൈവേ റോബറി സംഘം ആക്രമിച്ച സംഭവം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ മലയാളികൾ തങ്ങൾക്കുണ്ടായ സമാന അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നത്. കുന്നത്തുനാട് സ്വദേശികളായ യുവാക്കളെ ആക്രമിച്ച സംഭവം ഇന്നലെ വാർത്തയാക്കിയതിനു പിന്നാലെയാണ് കൊല്ലം പുനലൂർ സ്വദേശിയും പ്രവാസിയുമായ ഷാജി തനിക്കുണ്ടായ അനുഭവം വ്യക്തമാക്കിയത്. മാർച്ച് 27-ന് തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോഴാണ് ഷാജിയെയും കുടുംബത്തെയും അപായപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിന്റെ ടയർ പഞ്ചറാക്കിയ ശേഷമായിരുന്നു അപായപ്പെടുത്താനുള്ള ശ്രമം. അപ്പോൾ അത് സത്യത്തിൽ ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു ഇൻസിഡന്റാണ്. ഒരു പക്ഷേ ചിലപ്പം അന്ന് ആ ടയർ അവിടെ വെച്ച് പഞ്ചറാവാതെ കുറച്ചുകൂടെ ദൂരെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങൾ ഇതേ അറ്റാക്കിൽ പെട്ടുപോയേനെ. ഞങ്ങളുടെ കയ്യിലിരുന്ന സ്വർണവും പണവും ഒക്കെ അവർ തട്ടിക്കൊണ്ടുപോയേനെ. ഒരു പക്ഷേ ചിലപ്പോൾ ജീവഹാനി വരെ ഉണ്ടായേനെ. ഹോട്ടലുകാരുടെ സഹായത്തോടെയാണ് പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇത്തരത്തിൽ ടയർ പഞ്ചറായാൽ പ്രദേശത്ത് കുടുങ്ങുന്നവരെ ആക്രമിക്കാൻ എളുപ്പമാണെന്നും ഷാജി പറയുന്നു. സമാനമായ അനുഭവം പങ്കുവച്ച് ഒന്നിലധികം മലയാളികൾ രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നീതി ലഭിച്ചില്ല എന്നും ഇവരിൽ പലരും പറയുന്നു. അതേസമയം ഇന്നലെ അക്രമത്തിനിരയായ മലയാളി യുവാക്കളോട് കുന്നത്തുനാട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെതിരെ അന്വേഷണം തുടരുകയാണ്. ഹൈവേ റോബറി സംഘത്തിന്റെ കയ്യിൽ നിന്ന് മലയാളി യുവാക്കൾ രക്ഷപ്പെട്ട സംഭവം 24 വാർത്തയാക്കിയതോടെയാണ് സമാന അനുഭവം നേരിട്ട കൂടുതൽ മലയാളികൾ സ്വന്തം അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. കോയമ്പത്തൂർ സേലം ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തമിഴ്നാടുമായി ചർച്ചകൾ നടത്തണമെന്ന ആവശ്യമാണ് കൂടുതൽ മലയാളികളും ഉന്നയിക്കുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.